നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാപ്രവചനം 5-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവർ ഉണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് യെരുശലേമിന്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരഞ്ഞ് അറിയുകയും ചെയ്യുവീൻ. കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. യഹോവയാണ് എന്ന് പറഞ്ഞാലും അവർ കപടമായിട്ട് അത്ര സത്യം ചെയ്യുന്നത്. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയെ അല്ലയോ നോക്കുന്നത്? നീ അവരെ അടിച്ചുവെങ്കിലും അവർ വേദനപ്പെട്ടില്ല. നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി. മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് അവർ അല്പന്മാർ, ബുദ്ധിഹീനർ തന്നെ. അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന് ന്യായവും അറിയുന്നില്ല. ഞാൻ മഹാന്മാരുടെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിക്കും. അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന് ന്യായവും അറിയുമെന്ന് പറഞ്ഞു. എന്നാൽ അവരും ഒരുപോലെ മുഖം തകർത്ത് കയറ് പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കാട്ടിൽ നിന്നൊരു സിംഹം വന്ന് അവരെ കൊല്ലും. മരുപ്രദേശത്തിലെ ചെന്നായി അവരെ പിടിച്ചുകൊണ്ടുപോകും. പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്കെതിരെ പതിയിരിക്കും. അവയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന എല്ലാവരെയും പറിച്ചു കീറിക്കളയും. അവരുടെ അതിക്രമങ്ങൾ വളരെയല്ലോ, അവരുടെ പിന്മാറ്റങ്ങളും പെരുകിയിരിക്കുന്നു. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നത് എങ്ങനെ? നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു. ദൈവമല്ലാത്തവയെ ചൊല്ലി സത്യം ചെയ്തു വരുന്നു. ഞാൻ അവരെ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുകയും വേശ്യാഗ്രഹങ്ങളിൽ കൂട്ടമായി ചെല്ലുകയും ചെയ്തു. തീറ്റിത്തടിപ്പിച്ച കുതിരകളെപ്പോലെ അവർ മതിച്ച് നടന്നു. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ നോക്കി ചിറാലിക്കുന്നു. ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിൻ്റെ മതിലുകളിന്മേൽ കയറി നശിപ്പിപ്പീൻ, എങ്കിലും മുടിച്ചു കളയരുത്. അതിൻ്റെ കൊമ്പുകളെ നീക്കിക്കളവീൻ, അവ യഹോവയ്ക്കുള്ളവയോ. ഇസ്രായേൽ ഗ്രഹവും യഹൂദാഗ്രഹവും എന്നോട് മഹാദ്രോഹം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ യഹോവയെ നിഷേധിച്ച് പറഞ്ഞത്, അത് അവനല്ല, നമുക്ക് ദോഷം വരികയില്ല, നാം വാളോ ക്ഷാമമോ കാണുകയില്ല. പ്രവാചകന്മാർ കാറ്റായിത്തീരും, അവർക്ക് അരുളപ്പാടില്ല. അവർക്ക് അങ്ങനെ ഭവിക്കട്ടെ. അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇതാ ഞാൻ നിന്റെ വായിൽ എൻ്റെ വചനങ്ങളെ തീയും ഈ ജനത്തെ വിറകും ആക്കും. അവർ അതിന് ഇരയായിത്തീരും. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ ദൂരത്തു നിന്നൊരു ജാതിയെ നിങ്ങളുടെ നേരെ വരുത്തും എന്ന യഹോവയുടെ അരുളപ്പാട്. അത് സ്ഥിരതയുള്ളൊരു ജാതി, പുരാതനമായൊരു ജാതി, ഭാഷ നിനക്ക് അറിഞ്ഞുകൂടാത്ത, വാക്ക് നിനക്ക് അറിയാത്തതുമായ ജാതി തന്നെ. അവരുടെ ആവനാഴി തുറന്ന ശവക്കുഴി, അവരെല്ലാവരും വീരന്മാരത്രേ. നിന്റെ പുത്രന്മാരും പുത്രിമാരും ഭക്ഷിക്കേണ്ടതിന് ഉള്ള നിന്റെ വിളവും നിന്റെ ആഹാരവും അവർ ഭക്ഷിച്ചു കളയും. അവർ നിന്റെ ആടുകളെയും കന്നുകാലികളെയും തിന്നുകളയും. അവർ നിന്റെ മുന്തിരിവള്ളിയെയും അത്തിവൃക്ഷങ്ങളെയും തിന്നുകളയും. നീ ആശ്രയിക്കുന്ന നിന്റെ ഉറപ്പുള്ള പട്ടണങ്ങളെ അവർ വാൾ കൊണ്ട് ശൂന്യമാക്കി കളയും. എന്നാൽ അന്നാളിലും ഞാൻ നിങ്ങളെ മുടിച്ചു കളകയില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ദൈവമായ യഹോവ ഇവയൊക്കെയും നമ്മോട് ചെയ്യുവാൻ സംഗതി എന്തെന്ന് ചോദിക്കുമ്പോൾ നീ അവരോട്, നിങ്ങളെന്നെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് അന്യദേവന്മാരെ സേവിച്ചതുപോലെ നിങ്ങൾക്കുള്ളതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യജാതിക്കാരെ സേവിക്കേണ്ടി വരും എന്ന് ഉത്തരം പറയണം. യിരെമ്യാപ്രവചനം 5-ാം അധ്യായത്തിലും പ്രസിദ്ധങ്ങളായ പല വാക്യങ്ങളുമുണ്ട്. 1-ാം വാക്യം, ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് യെരുശലേമിൻ്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിൻ്റെ വിശാല സ്ഥലങ്ങളിൽ
അറിയുകയും ചെയ്യുവീൻ. കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. ഇനി അതിൻ്റെ 3-ാം വാക്യം. നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നീ അവരെ അടിച്ചുവെങ്കിലും അവർ വേദനപ്പെട്ടില്ല. നീ അവരെ ക്ഷയിപ്പിച്ചുവെങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു. അവർ തങ്ങളുടെ മുഖം പാറയേക്കാൾ കടുപ്പമാക്കി മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവർ അല്പന്മാർ, ബുദ്ധിഹീനർ തന്നെ. അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന് ന്യായവും അറിയുന്നില്ല. ഇനി അതിൻ്റെ 5-ാം വാക്യം. ഞാൻ മഹാന്മാരുടെ അടുക്കൽ ചെന്നു അവരോട് സംസാരിക്കും. അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിന് ന്യായവും അറിയും എന്ന് പറഞ്ഞു. എന്നാൽ അവരും ഒരുപോലെ നുകം തകർത്ത് കയറ് പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നു. ഇനി 9-ാമത്തെ വാക്യം. ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതിരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. 12-ാം വാക്യം. അവർ യഹോവയെ നിഷേധിച്ച് പറഞ്ഞത് അത് അവനല്ല, നമുക്ക് ദോഷം വരികയില്ല, നാം വാളോ ക്ഷാമോ കാണുകയില്ല. പ്രവാചകന്മാർ കാറ്റായിത്തീരും, അവർക്ക് അരുളപ്പാടില്ല. ഇനി അതിൻ്റെ 15-ാം വാക്യം. ഇസ്രായേൽ ഗൃഹമേ, ഞാൻ ദൂരത്തുനിന്ന് ഒരു ജാതിയെ നിങ്ങളുടെ നേർക്ക് വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അത് സ്ഥിരതയുള്ള ഒരു ജാതി, പുരാതനമായ ഒരു ജാതി, ഭാഷ നിനക്ക് അറിഞ്ഞുകൂടാത്തതും വാക്ക് നിനക്ക് തിരിയാത്തതുമായൊരു ജാതി തന്നെ. അടുത്തതായിട്ട് 19-ാം വാക്യം. നമ്മുടെ ദൈവമായ യഹോവ ഇവയൊക്കെയും നമ്മോട് ചെയ്യുവാൻ സംഗതി എന്തെന്ന് ചോദിക്കുമ്പോൾ നീ അവരോട്, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് അന്യ ദേവന്മാരെ സേവിച്ചതുപോലെ നിങ്ങൾക്കുള്ളതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യ ജാതിക്കാരെ സേവിക്കേണ്ടി വരും എന്ന് പറയണം. 24-ഉം 25-ഉം വാക്യങ്ങൾ. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ച് തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ നാം ഭയപ്പെടുക എന്ന് അവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല. ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങളത്രേ കാരണം. 27-ാം വാക്യം. അവർ കുടുക്കുവെച്ച് മനുഷ്യരെ പിടിക്കുന്നു. കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ മഹാന്മാരും ധനവാന്മാരും ആയി തീർന്നിരിക്കുന്നു. അവസാനമായി 31-ാമത്തെ വാക്യം. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിനു അത് ഇഷ്ടമാകുന്നുവെന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? ന്യായവും വിശ്വസ്തതയുമുള്ള ഒരാൾ ഇസ്രായേലിലുണ്ടെങ്കിൽ ഞാൻ ഇസ്രായേലിനെ ശിക്ഷിക്കുകയില്ല, ഇസ്രായേലിനോട് ക്ഷമിക്കുമെന്നാണ് ദൈവം വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് 1-ാം വാക്യം. 5-ാം വാക്യത്തിലും 31-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് മഹാന്മാർ, അതായത് ധനികന്മാരും പ്രവാചകന്മാരും പുരോഹിതന്മാരും സാമാന്യജനവും ഒരുപോലെ അവിശ്വസ്തരായിരിക്കുന്നു എന്നാണ്. ഈ അധ്യായത്തിലുടനീളം നമുക്ക് ആ സത്യം കാണാൻ കഴിയും. 7-8 വാക്യങ്ങൾ പറഞ്ഞത് അവർ ഏകഭാര്യത്വ കുടുംബ വ്യവസ്ഥ ഉപേക്ഷിച്ച് വ്യഭിചാരം ചെയ്യുന്നു, അങ്ങനെയുള്ള ദേശം നശിക്കയില്ലയോ എന്നാണ്. ദൈവവ്യവസ്ഥയോട് മറുതലിക്കുന്നവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. നമുക്കത് സൊദോം ഗൊമോറയിൽ നമ്മൾ കണ്ടതാണ്. ദൈവം വെച്ച കുടുംബ വ്യവസ്ഥ പാലിക്കാതെ വന്നാൽ നോഹയുടെ കാലത്തെ ജനം നശിച്ചതുപോലെ, അതുപോലെ ലോത്തിൻ്റെ കാലത്ത് ജനം നശിച്ചതുപോലെ, ബിലയാമിന് ശേഷം ഇസ്രായേൽ നശിച്ചതുപോലെ തീർച്ചയായിട്ടും നാശമുണ്ടാവും. 26-27 വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് അവർ മറ്റുള്ളവരെ കവർച്ച ചെയ്യുന്നു. 28-29 വാക്യങ്ങൾ കണ്ടത് അവർ അനാഥരോടും ദരിദ്രരോടും കരുണ കാണിക്കുന്നില്ല. ഈ മഹാപാപങ്ങളൊക്കെ ചെയ്ത് അവർ ദൈവത്തെ ദുഃഖിപ്പിച്ചു. പക്ഷെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് വാളോ ക്ഷാമമോ ദോഷമോ വരികയില്ല എന്നായിരുന്നു. 22-ാം വാക്യം. ദൈവം മണലുകൊണ്ട് കടലിന് അതിർ വെച്ചിട്ടുണ്ട്. ഈ കടല് അതിനെ അതിക്രമിക്കുന്നില്ല, എന്നാൽ ഇസ്രായേൽ അതിക്രമിക്കുന്നു. 24-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് ദൈവം മുൻമഴയും പിന്മഴയും നിരോധിച്ച് ക്ഷാമം വരുത്തി, പക്ഷേ ഇസ്രായേൽ പഠിച്ചില്ല. 6-ാം വാക്യത്തിൽ എഴുതിയിട്ടുള്ള അതുകൊണ്ട് കാട്ടിൽ നിന്ന് സിംഹവും ചെന്നായും പുള്ളിപ്പുലിയും പട്ടണത്തിൽ വന്ന് മനുഷ്യരെ പറിച്ചു കീറും എന്നാണ്. അപ്പം ദുഷ്ടമൃഗങ്ങളാലുള്ള ആപത്ത്. 15-ാം വാക്യം. അതുകൊണ്ട് പഠിക്കാത്തവർക്ക് നേരെ ദൂരത്തു നിന്ന്, അതായത് ഭാഷ നിങ്ങൾക്ക് വശമല്ലാത്ത ഒരു ജാതിയെ വരുത്തി ശിക്ഷിക്കും. അവർ ദേശത്തെ കവർച്ച ചെയ്യും,
നിങ്ങളുടെ മക്കൾ അനുഭവിക്കേണ്ടത് അവർ അനുഭവിക്കും, നിങ്ങളുടെ കന്നുകാലികളെ അവർ കൊണ്ടുപോകും, നിങ്ങളുടെ കൃഷിഫലം അവർ കൊണ്ടുപോകും എന്നാണ്. അതുകൊണ്ടും പഠിക്കാത്ത ഇസ്രയേല് അന്യജാതിക്കാരുടെ അടിമകളായിട്ട്, പ്രവാസികളായിട്ട് പോകേണ്ടി വരും. കാരണം അന്യജാതിക്കാരുടെ ദേവന്മാരെ നിങ്ങൾ സേവിച്ചതിനാൽ നിങ്ങൾ അന്യജാതിക്കാരെ സേവിക്കാനിടയായി തീരും എന്നാണ്. 20, 21, 22 വാക്യങ്ങളിലൊക്കെ ആവർത്തിച്ച് ദൈവം പറയുന്നത്, എൻ്റെ സന്നിധിയിൽ വിറയ്ക്കുവാൻ, എൻ്റെ വചനത്തിനു മുമ്പ് വിറയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാകുക, എങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നമ്മുടെ ഭാഗത്ത് എന്തെല്ലാം കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും ക്ഷമായാചന ചെയ്ത് മടങ്ങി വരുവാൻ തയ്യാറായാൽ ദൈവം, പത്രോസിനെ ഉപയോഗിച്ച ദൈവം, ശിംശോനെ ഉപയോഗിച്ച ദൈവം, ദാവീദിനെ ഉപയോഗിച്ച ദൈവം നമ്മളെ ഉപയോഗിക്കാതിരിക്കുകയില്ല. നമ്മളെ ഉപയോഗിക്കും, പ്രയോജനപ്പെടുത്തും. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.